നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ വളരെ ഗ്രാൻഡായിട്ട് അങ്ങനെ കഴിഞ്ഞു. ജിൻഡോക്ക് കിട്ടി 50 ലക്ഷം, ബാക്കിയുള്ളവർക്കൊക്കെ മൈജിയുടെ ഗിഫ്റ്റുകൾ കിട്ടി. ജാസ്മിന് ചെറുതായിട്ടൊരു പട്ടി വില കൽപ്പിക്കും പോലെയാണോ പട്ടിക്കൂടിനകത്ത് അടച്ചു കൊണ്ടുപോകുന്നത്. അത് എന്തോ ഒരു ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ അതിട്ട് ഓട്ടിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ടാസ്കുകളൊക്കെ വെറൈറ്റി ടാസ്ക് ആയിട്ടായിരുന്നു. ടോപ്പ് 5 എവിക്ഷൻ, ടോപ്പ് 4 എവിക്ഷൻ, ടോപ്പ് 3 എവിക്ഷൻ ഒക്കെ സൂപ്പർ ആയിരുന്നു. അർജുന് നമ്മൾ പറഞ്ഞതുപോലെ ജീത്തു ജോസഫിന്റെ മൂവിയിൽ അവസരം കിട്ടി. പിന്നെ ഒത്തിരി മാറ്റമുള്ള ഒരു ഫിനാലെ ആയിരുന്നു. ഇതിനൊക്കെ പുറമെ ആയിട്ട് സീസൺ തീർന്നതിന് ശേഷം കാണിച്ചു ബിഗ് ബോസ് സീസൺ 7. പക്ഷേ അൾട്ടിമേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. അൾട്ടിമേറ്റിന്റെ ഒരു കാര്യവും പറഞ്ഞിട്ടുമില്ല. അൾട്ടിമേറ്റിന്റെ കാര്യം ഇപ്പോഴും അങ്ങനെ ഒരു സംശയമായിട്ട് നിൽക്കണം. എന്തുകൊണ്ട് അൾട്ടിമേറ്റ് പ്രഖ്യാപിച്ചില്ല? 6 സീസൺ കഴിഞ്ഞില്ലേ? വരും അതിന്റെ പേപ്പർ വർക്കുകളൊക്കെ ക്ലിയർ ആവുന്നു, അല്ലെങ്കിൽ ഫിനാലയിൽ പ്രഖ്യാപിക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അൾട്ടിമേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. ഫിനാലെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഭയങ്കര വലിയ മാറ്റം കൂട്ടിയൊരു ഫിനാലെയും തോന്നിയിട്ടില്ല. പക്ഷേ ഒരു നോർമൽ ലെവലിൽ നിന്നും ഇത്തിരി പൊങ്ങി നിൽക്കുന്ന ഒരു ഫിനാലെയാണ്. നമ്മുടെയൊക്കെ പ്രതീക്ഷകൾ പോലെ ഓരോ ആഴ്ചത്തെയും വോട്ടിങ്ങുകൾ കാണിച്ചു, ഫിനാലെ വോട്ടിംഗ് കാണിച്ചു. ലാലേട്ടൻ ആദ്യമായിട്ടായിരിക്കും ഞാൻ ഈ കൈ വെക്കണോ, ഇങ്ങനെ വേണോ, എനിക്ക് ടെൻഷനാണ്, ഇത് വേണോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഹിന്ദിയിൽ സൽമാനും കമലണ്ണനൊക്കെ തമിഴിൽ കാണിക്കുമ്പോൾ അയ്യോ എനിക്ക് അതൊക്കെ മലയാളത്തിൽ എന്തെങ്കിലും വരുമോ എന്ന്, അതൊക്കെ ഒന്ന് ലാലേട്ടൻ കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അതൊക്കെ ഐക്കോണിക് സാധനങ്ങളാണ്. പിന്നെ ഓഡിയൻസിന്റെ വിളി, ജിൻഡോ വിന്നറായ സമയത്ത് ജിൻഡോ ഹേ ഇങ്ങനെയൊക്കെ എന്തുണ്ട് മുട്ട കുത്തി അങ്ങ് പ്രണമിച്ച് വീണ് അങ്ങനെ ആകെ മൊത്തം എന്താ പറയുക പൊളിയായ ഒരു ഗ്രാൻഡ് ഫിനാലെ ആയിരുന്നു. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം നമുക്ക്. ബിഗ് ബോസ് സീസൺ 6ന്റെ ഡേ 98 എപ്പിസോഡ് 99 ജൂൺ 16 തീയതിയിലത്തെ ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനും ജെന്യൂൻ ആയിട്ടുള്ള ന്യൂസസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ബിഗ് ബോസ് തീർന്നുകൊണ്ട് ആരും ദയവ് കരുതി കൈ കൂപ്പാണ് അൺസബ്സ്ക്രൈബ് അടിച്ച് പോകരുത്. ബിഗ് ബോസിനെ കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇനിയും സംസാരിക്കാനുണ്ട്. സോ എല്ലാവരും കൂടെ ഉണ്ടാവണം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ താങ്ക് യു സോ മച്ച്. ഒത്തിരി താങ്ക് യു എനിക്ക് എല്ലാവരോടും പറയണ്ട്. നിങ്ങൾ ഇത്രയും നാൾ എനിക്ക് തന്ന സപ്പോർട്ടിന്. ഇനി ബാക്കി താങ്ക് യു ഞാൻ അവസാനം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം റിവ്യൂ പറയട്ടെ. അപ്പോൾ ഇന്ന് തുടക്കത്തിൽ കുറേ അനാവശ്യ വേസ്റ്റ് കണ്ടന്റുകളൊക്കെ ഉണ്ടായിരുന്നു. സ്കിറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കിറ്റിൽ കുറച്ച് പേരെ ആക്ഷേപിച്ചെങ്കിലും സ്കിറ്റിൻ്റെ ഡബ്ബിങ്ങും ഇവരുടെ ഈ പറഞ്ഞ പോലെയുള്ള ഡയലോഗ്സ് ഒന്നും കറക്റ്റ് അല്ലായിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചോ എനിക്കറിയത്തില്ല. ഡയലോഗ് മുമ്പേ പോവും, ഇവർ പറയുന്നത് പിറകെ വരും. ആദ്യം തന്നെ ലാലേട്ടൻ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ CID രാംദാസ് വരുന്നു. ഫിനാലെ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന സംഭവമാണ്. പിന്നെ വീടിനകത്തേക്ക് നമ്മുടെ വിധു പ്രതാപും പിന്നെ സ്റ്റാർ സിംഗറിലെ സിത്താര ഇവർ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ എൻട്രി പാട്ടൊക്കെ പാടി ഭയങ്കര ഡാൻസൊക്കെ തുള്ളി നിന്ന് വീട്ടുകാരോട് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് പോകുന്നതൊക്കെ കൊള്ളാം, നല്ല സെഗ്മെൻ്റാണ്. പിന്നീടാണ് ലാലേട്ടൻ്റെ ഡാൻസ്. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയുള്ള നമ്മൾ പറഞ്ഞ എല്ലാ പാട്ടുകളും എല്ലാ സെഗ്മെൻറ്റും നമ്മൾ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഗ്രാൻഡ് ഫിനാലയിൽ. ഓക്കെ, ലൂസിഫറിലെ കടവുള്ള പോലെ ആ പാട്ടിലാണ് ലാലേട്ടൻ്റെ എൻട്രി. അതിനുശേഷമാണ് നമ്മുടെ വീട്ടുകാരുടെ ഒരു എൻട്രി കാണിക്കുന്നുണ്ട്. വീട്ടുകാരുടെ എൻട്രി പാട്ടൊക്കെ വെച്ച് ഓരോരുത്തരും വരുന്നുണ്ട്. പൊളി ഡ്രസ്സൊക്കെ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന് മുമ്പ് പൊളിയാണ്. ഓരോരുത്തരോടും ചോദിക്കുന്നു എന്താണ്, ഓരോരോ അഭിപ്രായങ്ങൾ ചോദിക്കുമല്ലോ. ശ്രീതു പറയുകയാണ് എനിക്ക് എൻ്റെ ജേണി വീഡിയോ കാണാൻ പറ്റിയില്ല, പിന്നെ ലാലേട്ടൻ്റെ അടുത്ത് വന്ന് നിൽക്കാനും പറ്റിയില്ല. അങ്ങനെ ശ്രീതുവിൻ്റെ ജേണി വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നു. 97 ലാലേട്ട 97 നാളെ എங்கே നിർത്തിയ എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാമേ എന്നോட മക്കൾക്ക് എല്ലാമേ ഞാൻ വന്ന് മുതൽ തടവാ ഞാൻ വന്ന് നന്ദി சொல்லியே ആകണം സായി. ഞാനിവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ് പണപ്പെട്ടി എടുത്തുകൊണ്ട്. പിന്നെ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ മോശമായിരുന്നു, അതുകൊണ്ടാണ്. പൂജ ഹെൽത്തൊക്കെ ഓക്കെ ആയി ലാലേട്ട എന്ന് പറയുന്നുണ്ട്. അടുത്ത് ഒരു ആർട്ടിസ്റ്റ് മദനൻ അവിടെ ഇരിപ്പുണ്ട്. ലൈവായിട്ട് ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ സ്കെച്ച് ചെയ്യാനാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അടുത്ത് കണ്ടസ്റ്റൻസിനെല്ലാം കാണിക്കാണ്. കണ്ടസ്റ്റൻസ് എല്ലാവരും വീടിനകത്തിരിക്കുന്ന ഒരു സെഗ്മെൻറ്റ്. ഇതെപ്പോൾ ഇതിനിടയ്ക്ക് ഷൂട്ട് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. കണ്ടസ്റ്റൻസ് എല്ലാവരും വീണ്ടും ഈ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വീടിനകത്തിരിക്കുന്നു. ഓരോ അറ്റത്താണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓരോരുത്തരുടെയും ഡ്രസ്സൊക്കെ എടുത്ത് കാണിച്ച് ഓരോരുത്തരും ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ചായ ഉണ്ടാക്കുന്നത്, ടോപ്പ് 5 മാത്രം അവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഓരോ സായിയും നന്ദനയും കൂടി ഇങ്ങനെ വഴക്ക് കൂടുമ്പോഴത്തെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്, ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് ഭയങ്കര രസമായിരുന്നു. പക്ഷേ കണ്ടസ്റ്റൻസിനെ അപ്പോൾ അവർ വീണ്ടും കണ്ടിട്ടുണ്ടാവും ഇന്ന്, എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതിനുശേഷം പിന്നീടാണ് നമ്മുടെ ലാലേട്ടൻ പറയുന്നത് ടോപ്പ് 5 ടോപ്പ് 5 മത്സരാർത്ഥികളകത്തുണ്ടെന്ന് പറഞ്ഞ് നേരെ സ്ക്രീനിൽ ചേരുന്നു.
എന്നിട്ട് ഓരോരുത്തരോടും ചോദിക്കാൻ ഇവിടെ എത്തിയപ്പോൾ എന്ത് തോന്നുന്നു? അർജുൻ പറയണം ഫീലിംഗ് ബ്ലസ്ഡ് ആണ്, പ്രൗഡാണ്. ജാസ്മിൻ പറയാണ് ഇവിടെ മിക്സഡ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. അഭിഷേക് പറയാണ് അഭിമാനമാണ് ഇവിടെ എത്തിയപ്പം. ഋഷി പറയാണ് ആഗ്രഹിക്കാമായിരുന്നു ടോപ്പ് 5, ഇപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ്. ജിൻഡോ എന്താ പറയുക, ഇവിടെ ഒത്തിരി മാറ്റങ്ങളുണ്ടായി, ഞാൻ ചീത്ത വിളിക്കാതിരിക്കാനൊക്കെ പഠിച്ചു. എന്നിട്ട് സർപ്രൈസ് ട്രോഫി കാണിച്ചു കൊടുക്കുന്നു. ഇടിമിന്നൽ, നമ്മുടെ ഇടിമിന്നലിൻ്റെ 6 താഴത്തെ ആ സംഭവം, അത് മാത്രമേ ഉള്ളൂ. നമ്മളെ കണ്ണില്ല, കണ്ണിൻ്റെ കൃഷ്ണമണിയായിട്ടിരിക്കുന്ന സാധനവും നമ്മുടെ 6 ഇങ്ങനെ, നമ്മുടെ 6 മാത്രമേ ഉള്ളൂ. കൊള്ളാം, വലിയ കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ മാറ്റിപ്പിടുത്തോ അല്ലേ, ഇതിനെക്കാളും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മുടെ ഫുൾ ലോഗോ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി രസമുണ്ടായേനെ എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം. എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞ ഈ വീട്ടിലെ ഊഹാപോഹങ്ങൾ, പൊട്ടിത്തെറികൾ, എനിക്കും നേരെ ഭീഷണി, എനിക്ക് വരെ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു എന്ന് ലാലേട്ടൻ. അൺപ്രഡിക്റ്റബിൾ ആണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിൽ നടക്കുന്ന കുറേ സംഭവങ്ങൾ ടോട്ടൽ വീഡിയോ ഒന്ന് മുഴുവൻ സംഭവങ്ങൾ കാണിച്ചു കൊടുത്തു. പിന്നീട് ഗബ്രി എടുത്ത് ചോദിക്കണം എന്താ ഗബ്രി? സന്തോഷമാണ്. അപ്പം ഈ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ഭയങ്കര വിഷമം. ഋഷി കരഞ്ഞുകൊണ്ട് സർവൈവൽ ചെയ്ത് നമ്മളിവിടെ വരെ എത്തി, ഇതൊക്കെ ഒരു സിറ്റുവേഷനാണ്, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വന്ന് കളിക്കുന്ന കളികളാണ്. അടുത്ത ജാസ്മിനും വിഷമമാണ്, എൻ്റെ മേക്കപ്പ് ഇപ്പം ഞാൻ കരഞ്ഞെങ്കിൽ പോവില്ല ലേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളും സംസാരിക്കുന്നു. അടുത്ത് ജിൻഡോയ്ക്കും വിഷമമാണ്. കയറി വാടാ മോനെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും കൈ കൊടുത്തിട്ടേ ഉള്ളൂ, എനിക്കിവിടെ ആരും കൈ തന്നില്ല, പക്ഷേ ഞാൻ ഇവിടെ വരെ എത്തി എന്ന് പറയുന്നു. അതിനുശേഷം യമുനയും വിഷമിച്ചിരിക്കുകയാണ്, നല്ല പിള്ളേരാണ് എല്ലാവരും എന്ന് പറയുന്നു. പിന്നീട് ജാൻമണി, എൻ്റെ പൊന്നെ കരച്ചിൽ, ലാലേട്ടനോ വീണ്ടും ഊട്ടിക്കായി ലാലേട്ട, റിയലി മിസ് യു ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആ സൗണ്ടിനെ മിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സീസൺ 5 ശ്രുതി ലക്ഷ്മിയുടെ ഒരു ക്ലാസിക്കൽ ഡാൻസ് ആണ്. അതിനുശേഷം മ്യൂസിയത്തെക്കുറിച്ച് ചോദിക്കുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പഴയ ഓർമ്മകളൊക്കെ നിറഞ്ഞ മ്യൂസിയം? അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. ജിൻഡോ പറയണം അത് വേണമായിരുന്നു, അത് എനിക്ക് വേണം ലാലേട്ട, അതിനകത്ത് 1-2 സാധനം എനിക്ക് ഇഷ്ടപ്പെടും, എനിക്ക് തരുമോ? അപ്പോൾ ജാസ്മിൻ 100 ദിവസത്തെ ഓർമ്മയായിരുന്നു. അർജുൻ അതൊരു റീവൈൻഡ് ആയിരുന്നു. അഭിഷേക് അത് ഓരോ ഫോട്ടോയ്ക്കും ഓരോ കഥകളുണ്ടായിരുന്നു എന്നൊക്കെ 4 പേരും അഭിപ്രായം പറയുന്നു. അടുത്ത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഓരോ കോഫി ടേബിൾ ബുക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം പോലത്തെ ഇവരുടെ പഴയ ഓർമ്മകളൊക്കെ ഉള്ള കുറേ ഫോട്ടോസ് നിറച്ച സാധനം കൊടുക്കുകയാണ്. മിനിയേച്ചർ ആൽബം എല്ലാ കണ്ടസ്റ്റൻസിനും കൊടുക്കാമെന്ന് പറയുന്നു. ടോപ്പ് 5 അപ്പം തന്നെ ഒരാൾ കൊണ്ട് കൊടുക്കുവാണ്, ഓരോരുത്തർക്കും ഓരോ ആൽബം പോലെ. അതിനുശേഷം ഒരു കോമഡി സ്കിറ്റാണ്. ആ സ്കിറ്റിനകത്ത് ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ ഈ പറയുന്ന പോലെ എന്താ പറയുക, സട്ടയറായിട്ടോ അല്ലെങ്കിൽ ഒരു ആക്ഷേപഹാസ്യം പോലെ കോമഡി ആയിട്ടൊക്കെ പറയുന്നുണ്ട്. ജിൻഡോയുടെ കള്ളത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. വാഴ, വാഴത്താങ്ങി, വാഴത്തൈ, മരവാഴ ഈ സംഭവങ്ങളെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ രതീഷിൻ്റെ കാവേരിത്തുമ്പിൽ അതിനെ കളിയാക്കുന്നുണ്ട്. പിന്നെ ജാസ്മിനെയും ഗബ്രിയെയും റസ്മിനെയും പിടിച്ചെടുക്കാൻ ഒറ്റ ക്യാമറ മാത്രം മതി, അത്രയ്ക്കുള്ള കണ്ടൻറ്റേ അവരുള്ളൂ എന്ന് പറയുന്നുണ്ട്. ജാസ്മിൻ്റെ തുമ്മൽ കളിയാക്കുന്നുണ്ട്. പിന്നെ വാട്ടർ ബോട്ടിൽ, റോക്കിയുടെ വാട്ടർ ബോട്ടിൽ 20 ലക്ഷത്തിന് വിൽക്കാൻ വെക്കുന്നത് കളിയാക്കുന്നുണ്ട്. പിന്നെ ജാൻമണി വീട്ടിൽ പോകണം എന്ന് പറയുന്ന സാധനം കളിയാക്കുന്നുണ്ട്. പിന്നെ ജാൻമണിയുടെ പ്രാക്ക്, CAD രാംദാസ്, നോറ ക്യാമറ നോക്കി കരയുന്നത് കളിയാക്കുന്നുണ്ട്. മോൺസ്റ്റർ എന്ന് വിളിക്കുന്നത് മോങ്ങൽ സ്റ്റാറാണ് നോറ. പിന്നെ കട്ടിൽ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അൻസിബെ കളിയാക്കുന്നു. വരണ്ട ബോഡി അതിൻ്റെ അടിയിലാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ പിന്നെ ഋഷിയുടെ കരച്ചിൽ കാണിക്കുന്നു. ശ്രീരേഖ ഉപ്പാണെന്ന് പറയുന്നു. പിന്നെ ജിൻഡോ ഒരു അഭിനയ നവരസമാണെന്ന് പറയുന്നു. അഭിഷേക് മെഴുകുതിരിയാണ് എന്ന് പറയാം, മെഴുകുതിരിയായിട്ട് എന്തോ മറയ്ക്കാൻ വന്നിട്ട് ഇപ്പോൾ ദോഷം മറച്ച് ലിപ്സ്റ്റിക്ക് വിട്ട് നടക്കുകയാണ് എന്നാണ് പറയുന്നത്. അത് പറയുന്ന ആരാന്നറിയാവോ? നാദ്രയാണ് പറയുന്നത്. അതാണ് പ്രശ്നം. നാദ്ര LGBTQ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ കിട്ടിയ അവസരം മുതലാക്കിയതുപോലെ അഭിഷേകിനിട്ടൊരു എറിഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത് സായി സീക്രട്ടായിട്ട് വന്നു, സീക്രട്ടായിട്ട് എന്തൊക്കെയോ ചെയ്തു, സീക്രട്ടായിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. പിന്നെ അവന് എന്താ പറയുക, നമ്മുടെ ശ്രീധുവിൻ്റെ കുതിര അതിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്സര സാന്ത്വനമാകാൻ വേണ്ടി സാന്ത്വനത്തിൽ നിന്ന് വന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ സിജോ പുഷ്പ ഫയർ അല്ലടാ എന്ന് പറഞ്ഞ് തീപ്പൊരി കാട്ടുതീയൊക്കെ കളിയാക്കുവാണ്. അർജുൻ ഇവിടെ ആര് വന്നു കഴിഞ്ഞാൽ ക്രഷ് തോന്നും, ഒരു കൈത്താങ്ങാണെന്ന് പറയുന്നു. അങ്ങനെ ആ സംഭവങ്ങളാണ് ആ സ്കിറ്റിനകത്തുള്ള മൊത്തം കളിയാക്കലാണ്. അതിനുശേഷം ധന്യ മേരി വർഗീസ് സീസൺ 4 ധന്യയുടെ ഒരു ഡാൻസാണ്. പിന്നീടാണ് ടോപ്പ് 5 അതായത് 4th റണ്ണറപ്പിനെ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ടാസ്ക്. ഗാർഡൻ ഏരിയയിൽ ഒരു പൊക്കമുള്ള ഒരു സ്റ്റേജിൻ്റെ മുകളിൽ എല്ലാവരെയും കൊണ്ട് നിർത്തും. അവർ 5 പേരും ഉണ്ട്. എന്നിട്ട് താഴെ ഒരു മെത്ത വിരിച്ചിട്ടുണ്ട്. ഒരാൾ ഇവിടെ വരും, വന്നിട്ട് നിങ്ങളിൽ ഒരാളെ തള്ളി ഈ മെത്തയിലേക്ക് ഇടും. അയാൾ എന്ത് ചെയ്യും? അയാളാണ് ടോപ്പ് 5. അപ്പോൾ ഒരാൾ വരുന്നു, കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ച് നിന്നൊക്കെ ഋഷി അങ്ങോട്ട് തള്ളിയിടുന്നു. ഋഷിയാണ് ടോപ്പ് 5 എന്ന് ഋഷിക്ക് മനസ്സിലാവുന്നു. മൈജിയുടെ ഗിഫ്റ്റ് കൊടുക്കുന്നു. ഫോണൊക്കെ ഉണ്ട് അതിനകത്ത്. നേരെ ഋഷി സ്റ്റേജിൽ വരുന്നു. ഇവിടെ നിൽക്കാൻ ഒത്തിരി പാടാണ്, പുറത്തുനിന്ന് കാണും പോലെ അല്ല. ഋഷിയുടെ ജേണി എല്ലാം കാണിച്ചു കൊടുക്കുന്നു. ട്രോഫി കൊടുക്കുന്നു. 4 എന്ന് എഴുതിയ ഒരു ട്രോഫി, 4 എന്ന് എഴുതിയിരിക്കുന്ന ഒരു ട്രോഫി ഋഷിക്ക് കൊടുക്കുന്നു. നേരെ ഋഷി പോയിരിക്കുന്നു. അടുത്ത് വീണ്ടും അപ്സര എടുത്ത് ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്സര പറയുന്നത് സൂപ്പർ അനുഭവമായിരുന്നു. പിന്നീട് ശക്തിശ്രീ ഗോപാലൻ്റെ ഡാൻസാണ്. പിന്നീട് അതിനുശേഷം ജാസ്മിൻ ടോപ്പ് 4 വന്ന, അപ്പോൾ ടോപ്പ് 4 ആയല്ലോ. അപ്പോൾ ടോപ്പ് 4 വന്നതിൻ്റെ ഒപ്പീനിയൻസ് ചോദിക്കുന്നു. ജാസ്മിൻ അഭിമാനമാണെന്ന് പറയുന്നു. ജിൻഡോ ഇവിടെ എന്താ പറയുക, കോൺഫിഡൻസ് കൂടുതലായതുകൊണ്ടാണ് ഇവിടെ വരെ എത്തിയതെന്നെല്ലാം പറയുന്നു.
അതിനുശേഷം സുരേഷിൻ്റെ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയാണ് വിത്ത് ലാലേട്ടൻ. പിന്നീട് ദിൽഷയുടെ ഒരു ഡാൻസ്. അതിനുശേഷമാണ് ടോപ്പ് 4ൻ്റെ ഡിക്ലറേഷൻ വരുന്നത്. ആക്ടിവിറ്റി ഏരിയയിലാണ് ടോപ്പ് 4 ഡിക്ലറേഷൻ. നമ്മൾ ആ സംഭവം നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരു മതിൽ പോലത്തെ 4 സംഭവങ്ങളുണ്ട്. അതിന് 4 വശത്തായിട്ട് കയറി നിൽക്കുന്ന ഓരോരുത്തരും നിൽക്കുമ്പോഴത്തേക്കും പച്ച ലൈറ്റും ചുമന്ന ലൈറ്റും കത്തും. പച്ചയാണെങ്കിൽ സേവ് ആണ്, അവർ അനങ്ങാതെ പോയി ലിവിംഗ് റൂമിൽ ഇരിക്കണം. ചുവപ്പാണെങ്കിൽ ഔട്ടാണ് എന്ന് പറയുന്നു. അങ്ങനെ കറങ്ങി ഫസ്റ്റ് ജാസ്മിൻ സേഫ്, അർജുൻ സേഫ്, ജിൻഡോ സേഫ്, അവസാനം അഭിഷേക് സേഫ് ആവുന്ന കാണിക്കുന്നില്ല. നേരെ അഭിഷേക് സ്റ്റേജ് വരുന്നതാണ് കാണിക്കുന്നത്. അഭിഷേകിന് സ്റ്റേജിൽ വെച്ചിട്ട് 4 എന്ന് പറയുന്ന ട്രോഫിയും മൈജിയുടെ സംഭവം കൊടുക്കുന്നു. അഭിഷേക് ഭയങ്കര ഹാപ്പിയാണ്, കാരണം വൈൽഡ് കാർഡായിട്ട് വന്നിട്ട് ഇവിടെ വരെ എത്താൻ പറ്റി എന്നെല്ലാം പറയുന്നുണ്ട്. ടോപ്പ് 4 കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണെന്നെല്ലാം പറയുന്നു. അതിനുശേഷം പിന്നീട് നീത പിള്ളയുടെ ഒരു ഡാൻസാണ്. അതിനുശേഷം ലാലേട്ടൻ വോട്ടിങ്ങിനെ കുറിച്ച് പറയുന്നു. ഇന്റർനാഷണൽ ഗ്രനേറ്റ് ടൊണ്ടോൺ നിഷ്പക്ഷമായിട്ടാണ് ഇതിൻ്റെ ഓഡിറ്റിംഗ് പ്രോസസ്സുകൾ നടക്കുന്നത്. വോട്ടിംഗ് എല്ലാം കൃത്യമാണ്, നിങ്ങൾ കുറേ പേര് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഓരോ വീക്കിലും ഓരോരുത്തർക്കും എത്ര % വോട്ടുകൾ വീതം കിട്ടിയെന്ന് വീക്ക് 1 മുതൽ വീക്ക് 13 വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി കാണിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതലും ഏറ്റവും കുറച്ചും എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വീക്ക് 1 സിജോക്കാണ് ഏറ്റവും കൂടുതൽ 32%, ഏറ്റവും കുറവ് രതീഷിനാണ് 6.9. അങ്ങനെയാണ് രതീഷ് ഔട്ട് ആവുന്നത്. സെക്കൻഡ് വീക്കിൽ ഋഷിക്കാണ് 37% ആണ് വരുന്നത്. നിഷാനയ്ക്കും സുരേഷിനാണ് ഏറ്റവും കുറവ്. നിഷാനയ്ക്ക് 1%, സുരേഷിന് 2%. അങ്ങനെയാണ് അവർ എവിക്റ്റ് ആവുന്നത്. അടുത്ത തേർഡ് വീക്കിൽ അർജുനാണ് ഏറ്റവും കൂടുതൽ 62% വരുന്നുണ്ട്. യമുനയ്ക്ക് 1.3% മാത്രമേ ഉള്ളൂ, നോ എവിക്ഷൻ ആയിരുന്നു. ഫോർത്ത് വീക്കിൽ ശ്രീധുവിനാണ് 28% വരുന്നുണ്ട്. യമുനയ്ക്ക് 3% ആണ് വരുന്നത്, എവിക്ഷനാണ്. ഫിഫ്ത്ത് വീക്കിൽ ശ്രീധുവിന് തന്നെയാണ് മുന്നിൽ, 26% ആണ്. ജാൻമണിക്കാണ് കുറവ്, 1.32%, പക്ഷേ നോ എവിക്ഷനാണ്. അടുത്ത സിക്സ്ത് വീക്ക് ശ്രീധുവിന് തന്നെയാണ് 24% വരുന്നു. ജാൻമണിക്ക് 1% ആണ്, ഔട്ടാണ്. സെവൻത് വീക്കിൽ അർജുൻ 29%, അഭിഷേക് 1%. അങ്ങനെയാണ് അഭിഷേക് ജയദീപ് ഔട്ടാവുന്നത്. അടുത്ത് എയ്ത്ത് വീക്കിൽ ജിൻഡോയ്ക്കാണ് ഏറ്റവും കൂടുതൽ 23%, ഗബ്രിക്ക് 3%. അങ്ങനെയാണ് ഗബ്രി ഔട്ടാവുന്നത്. ഒമ്പതാമത്തെ വീക്കിൽ ജിൻഡോയ്ക്ക് 40%, 40% വോട്ട്. ശരണ്യയ്ക്ക് 1.9% വോട്ട് മാത്രം. ശ്രീരേഖയ്ക്ക് 1.4 ആയിട്ട് മാത്രം. അങ്ങനെയാണ് അവർ രണ്ടുപേരും ഔട്ടാവുന്നത്. പത്താമത്തെ വീക്കിൽ ജിൻഡോ 25%, റസ്മിൻ 1%. അങ്ങനെയാണ് റസ്മിൻ ഔട്ടാവുന്നത്. 11ാമത്തെ വീക്കിൽ ജിൻഡോ 25%, അപ്സരയും അൻസിബയും. അപ്സരയ്ക്ക് 3%, അൻസിബയ്ക്ക് 5%. അങ്ങനെയാണ് അവർ ഔട്ടാവുന്നത്. അടുത്ത 12th വീക്കിൽ അഭിഷേക്, ശ്രീകുമാറും നന്ദനയും. അഭിഷേക് 27%, പിന്നെ നന്ദന 3%. അടുത്ത 13th വീക്കിൽ ജിൻഡോ 32%, സിജോ 5%, നോറ 4%. അങ്ങനെയാണ് അവർ ഔട്ടാവുന്നത്. ബാക്കി ഇതിൻ്റെ ഇടയിലുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതലുള്ളതും കുറച്ചുള്ളതും ലാലായിട്ട് എടുത്ത് പറയുന്നത്. ബാക്കി എല്ലായിടത്തും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് ഓഡിറ്റിംഗ് നടത്തിയ റിസൾട്ടാണ്, പെർസെൻ്റ് ആണെന്നാണ് ലാലേട്ടൻ പറയുന്നത്. അതിനുശേഷം സിജോക്ക് എക്സ്ട്രാ ഒരു അപ്രിസിയേഷൻ കൊടുക്കുന്നതിന് നിങ്ങൾ ഫൈറ്റർ ആണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വയ്യാതായിട്ട് തിരിച്ചു. അപ്പോൾ സിജോ പറഞ്ഞു, ഇനി എനിക്കൊരു സർജറി കൂടെ ഉണ്ട്, എന്നെ എപ്പോഴും മാറാതെ ഇത് പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അതിനുശേഷം ടോപ്പ് 3 എവിക്ഷനാണ്. അതാണ് ഏറ്റവും യമണ്ട ലാഗും. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് 3 എവിക്ഷൻ ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇനിയിപ്പോൾ കുറേ പേര് PR എന്നൊക്കെ പറയുമായിരിക്കും, പറഞ്ഞോട്ടെ. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടെന്ന് തോന്നിപ്പോയി. ഗാർഡൻ ഏരിയയിൽ 3 കൂടുകൾ വെച്ചിട്ടുണ്ട്, പട്ടിക്കൂട് പോലെ 3 കൂട്. ഞാൻ പട്ടിക്കൂട് എന്ന് പറഞ്ഞാൽ കുറേ പേര് എന്നെ അങ്ങോട്ട്, നിങ്ങൾ എന്തിന് പട്ടിക്കൂടെന്ന് പറഞ്ഞാൽ അയാളെ കളിയാക്കാൻ പോയത്. ആ സാധാരണ ഈ കൂട് എന്തിനാണ്? നമ്മൾ കൂടെന്ന് പറയുമ്പോൾ പട്ടിക്കൂടെന്ന് തന്നെയല്ലേ നമുക്ക് പറഞ്ഞത്. ഇതുപോലത്തെ കൂട് കാണുമ്പോൾ പട്ടിക്കൂടാണോ കിളിക്കൂടാണോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്? അതായത് പൂച്ചക്കൂടാ, അത് എരുമക്കൂടാ, പശുക്കൂടാ? നിങ്ങൾ പറ. എനിക്ക് കണ്ടിട്ട് പട്ടികൾ അടയ്ക്കുന്ന കൂടായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഇനി എന്താ ആന അടയ്ക്കുന്ന കൂടായിട്ട് തോന്നിയെന്ന് എനിക്കത് അറിയത്തില്ല. ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. ഇത്ര ഒരു വലിപ്പമുള്ളൊരു കൂടെ പട്ടിക്കൂടെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പട്ടിക്കൂട് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം അതിനകത്ത് ഈ പറഞ്ഞ പോലെ 3 പേരെടുത്തും കയറിയിരിക്കാൻ പറയുന്നു. 3 കൂടുകളുണ്ട്. എന്നിട്ട് അവിടെ കുറച്ച് മല്ലന്മാർ വരുന്നുണ്ട്. അവരുടെ കയ്യിൽ 2 തൂണും ഉണ്ട്. ഈ എന്താ പറയുക, കൂടിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോകാൻ കണക്കിനുള്ള ഹോളുകളും അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർ വരുന്നു. അവർ വന്നിട്ട് ആദ്യം ഇങ്ങനെ കുറേ കിടന്ന് കറങ്ങുവാണ്. അപ്പോൾ ഇതെന്തുവാ ഇത്? ജാസ്മിൻ അറിയാം എന്തുവാ ഇത്? അപ്പം ആദ്യം തന്നെ ജിൻഡോയുടെ അതിൽ കേട്ടു. അപ്പോൾ ജിൻഡോ അങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അപ്പം അഭിഷേക് ജയദീപ് സ്റ്റേജിൽ ഇരിക്കുകയാണ്. അഭിഷേക് ഞെട്ടുന്നു. അയ്യോ പൊക്കി എടുത്തോണ്ട് പോവേണ്ട. അയ്യോ ജിൻഡോ ചേട്ടനാ എവിക്റ്റാ? റസ്മിൻ പ്രാർത്ഥിക്കുന്നു. അയ്യോ ജാസ്മിനാവല്ലേ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ജിൻഡോയെ കൊണ്ട് അവിടെ വെക്കുന്നു. അടുത്ത അർജുനെ എടുത്തുകൊണ്ട് പോകുന്നു, വെക്കുന്നു. ജാസ്മിനെ എടുത്തുകൊണ്ട് പോകുന്നു, വെക്കുന്നു. തിരിച്ചും മറിച്ചും അവസാനം ജാസ്മിൻ പറഞ്ഞാൽ ഒന്നീ കൊണ്ടുപോകും, ഇല്ലേ കൊണ്ടുപോകണ്ട. അവസാനം ജാസ്മിനെ പൊക്കി കൊണ്ടുപോവാണ്. പക്ഷെ എനിക്ക് പട്ടിക്കൂടിൽ അടച്ചു കൊണ്ടുപോയതിനോട് എനിക്കൊരു ഇത് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ടാസ്ക്കാണ്. പക്ഷേ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തിരി ഒരു നമ്മുടെ ലക്ഷ്മിപ്രിയയുടെ എവിക്ഷനാണ് ബുള്ളറ്റിൽ കൊണ്ടുപോയത്. അതിൻ്റെ ഒരു വേറൊരു ലെവൽ പോലെ ആയിപ്പോയി. പിന്നീടാണ് അതിനുശേഷം ജാസ്മിൻ്റെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ജാസ്മിൻ സ്റ്റേജിൽ വന്ന് കരയുന്നുണ്ട്.
അവളുടെ അനിയനെ കണ്ടിട്ടാണ് ജാസ്മിൻ കരയുന്നത്. വീണ്ടും 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 അനിയൻ്റെ കേസ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജേണി വീഡിയോ എല്ലാം കാണിക്കുന്നു. അവിടെ നിന്ന് നേരെ ഇരിക്കാൻ പറയുന്നു. അനിയനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടൊക്കെയാണ് പോയിരിക്കുന്നത്. കൊള്ളാം. അടുത്ത് പിന്നീട് ഒരു കൊച്ചു കുട്ടികളുടെ പെർഫോമൻസ് എന്ന് എൻ്റെ മക്കളെ ഒന്നും പറയാനില്ല. ഏറ്റവും അടിപൊളി പെർഫോമൻസ് ഈ കൊച്ചു പിള്ളേരുടെ ആയിരുന്നു അല്ലേ. വളർന്നു വരുന്ന കാലിബറുള്ള ഒത്തിരി പിള്ളേർ അടിപൊളിയായിരുന്നു. പിന്നീട് ഒരു വീഡിയോ, ഫൺ വീഡിയോ, ഇവരുടെ ഒരു ഫൺ വീഡിയോസ് കാണിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷമാണ് അവിടെ സ്കെച്ച് ചെയ്യാൻ വന്ന മദരി സാർ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലാലേട്ടനും ഓഡിയൻസും ഇരിക്കുന്നതും കണ്ടസ്റ്റൻസ് അവിടെ മാറിയിരിക്കുന്നതും അടിപൊളിയായിട്ട് സ്കെച്ച് ചെയ്യുന്നു, അപ്രിഷ്യേറ്റ് ചെയ്യുന്നു ലാലേട്ടൻ. പിന്നീട് ലാലേട്ടൻ പറയുന്നു ഇനി ബാക്കി 2 പേര് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ലാലേട്ടൻ വീട്ടിലോട്ട് പോകുന്നു. ഡാൻസും കൊട്ടും കുരവയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. 2 പേരടുത്തും ജിൻഡോയുടെ അടുത്ത് സംസാരിക്കുന്നു, അർജുൻ്റെ അടുത്ത് സംസാരിക്കുന്നു. നേരെ ഇവരുടെ ജേണി വീഡിയോ, 2 പേരുടെയും ജേണി വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് പോവാം. ബിഗ് ബോസും കുറേ പ്രസംഗിക്കാൻ അറിയാമല്ലോ. ലാലേട്ടന് നന്ദി പറയുന്നു, CID രാംദാസിനെ ഇവർക്കെല്ലാവർക്കും ഇവിടെ പറയുന്നു എന്ന് പറയുന്നു. അടുത്ത് 2 പേരുടെയും കയ്യിൽ ലാലേട്ടൻ പിടിക്കുന്നു. പിന്നെ പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാണിക്കുന്നില്ലടേ. നേരിട്ട് മറ്റേ ഇങ്ങനെ 6 എന്ന് എഴുതിയിരിക്കുന്ന ഒരിടത്തൂടെ ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ അതിലൂടെ ഇങ്ങനെ നടന്നു വരുന്നു. നേരെ സ്റ്റേജിലേക്ക് ലാലേട്ടൻ പറയുന്നു 1,55,00,000 വോട്ടാണ് ബിഗ് ബോസ് സീസൺ 6 മൊത്തമായിട്ട് വന്നിട്ടുള്ളത്. 60% കൂടുതലാണ് സീസൺ 5 വെച്ച് നോക്കുമ്പം വോട്ടിങ്. ഗ്രാൻഡ് ഫിനാലെ വീക്കിൽ 20 ലക്ഷത്തിലധികം വോട്ടുകളാണ് വന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തിന് അപേക്ഷിച്ച് 25% കൂടുതലാണ്. പിന്നീട് ഏഷ്യനെറ്റിൻ്റെ ബിസിനസ് ഹെഡായിട്ടുള്ള കിഷൻ കുമാർ സാറിനെ ക്ഷണിക്കുന്നു. അതിൻ്റെ കുറേ നന്ദി പറച്ചിൽ. പിന്നീട് ഒത്തിരി നമ്മൾ മാറ്റി പിടിക്കാൻ നോക്കിയിട്ടുണ്ടെന്നൊക്കെ കിഷൻ സാർ പറയുന്നു. പിന്നീട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്, സ്കേ, മൈജി അവരെല്ലാം വിളിച്ച് അവരുടെ ഓരോരോ പ്രസംഗങ്ങൾ. അതിനുശേഷമാണ് വോട്ടിംഗ് പെർസെൻറ്റ് കാണിക്കുന്നത്. ഇതിനകത്ത് ആരുടെ കൈ ഞാൻ പൊക്കണം എന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചു. വോട്ടിംഗ് പെർസെൻറ്റ് സ്ക്രീനിൽ കാണിക്കുകയാണ്. ജിൻഡോ അർജുൻ 2 പേർക്കും 29.2% ആണ്. അഭിപ്രായം ചോദിക്കുന്ന 2 പേർക്കും ഇതുവരെ എത്തിയതിൽ ഹാപ്പിയാണ്. അർജുനും പറഞ്ഞ് ഞാൻ ഇതുവരെ എത്തിയതിൽ ബ്ലസ്ഡ് ആണ്. എന്നിട്ട് അടുത്ത് നമുക്കിനി നോക്കാം, എനിക്ക് ഏതാ ടെൻഷനുള്ള സമയമാണ്, ഈ കൈ പൊക്കണോ എന്ന് ചോദിക്കുകയാണ് ലാലേട്ടൻ. എന്നിട്ട് അടുത്ത് അവിടെ നിന്ന് സ്ക്രീനിൽ നിന്ന് പൊങ്ങുന്നത് നേരെ ജിൻഡോയുടെ മാത്രമാണ്. 39.3%. ദ വിന്നർ ഈസ് ജിൻഡോ എന്ന് പറഞ്ഞുകൊണ്ട് പൊക്കുകയാണ്. ലോകത്തിൻ കഥ അറിയാതെ പോപ്പറൊക്കെ പൊട്ടുന്നു. അങ്ങനെ ജിൻഡോ, എൻ്റെ പൊന്നെ ജിൻഡോ അന്നേരം അങ്ങനെ നിൽക്കുന്നു, ഉമ്മയൊക്കെ കൊടുക്കുന്നു, സ്റ്റേജിൽ മുട്ടകുത്തി വീഴുന്നു. ഇന്ന് ലാലേട്ടന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേഹം മൊത്തം ഉമ്മ കിട്ടിയിരിക്കുകയാണ്. കവിളിൽ കിട്ടുന്നു, പിന്നെ കയ്യിൽ കിട്ടുന്നു. ജിൻഡോ മൊത്തം ഉമ്മ വെച്ച് വാരി നക്കി വിട്ടൊക്കെയാണ്. അപ്പോൾ ഉമ്മ കൊടുക്കുന്നു. ഭയങ്കര രസമായിട്ട് നിൽക്കുന്നു ജിൻഡോ. എന്നിട്ട് ജിൻഡോ എല്ലാവരോടും നന്ദി പറയുന്നുണ്ട്. എൻ്റെ അമ്മ പറയാറുണ്ട് ഞാൻ വീടിൻ്റെ വിളക്കാണെന്ന്, ഇപ്പം ഞാനൊരു നാടിൻ്റെ തന്നെ വിളക്കായി. ജിൻഡോ ഇങ്ങനെ ഇതിങ്ങനെ പൊങ്ങുന്ന സമയത്ത് ജിൻഡോ ഇങ്ങനെ കൈ ഇങ്ങനെ അപ്പം എനിക്കിങ്ങനെ അയ്യോ നെഞ്ച് നമ്മൾ ആ പൊസിഷനിലാകുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഇടിക്കാനായിരിക്കും. അങ്ങനെ ജിൻഡോ അവസാനം ജയിച്ചു. പിന്നീട് എന്താ പറയുക, അതിനുശേഷമാണ് ലാലേട്ടൻ പറയുന്നത് അർജുൻ വിഷമിക്കേണ്ട, ബിഗ് ബോസ് സീസൺ 6 നമ്മൾ നടത്തിയ ഓഡീഷൻ്റെ ഭാഗമായി ജീത്തു ജോസഫിൻ്റെ മൂവിയിലേക്ക് അവസരം കിട്ടിയിരിക്കുന്നത് അർജുനാണ്. പിന്നെ അത് മാത്രമല്ല, ഒരാളെ ഞാനും സത്യൻ അന്തിക്കാടും ഉള്ള മൂവിയിൽ ഒരാളെന്നല്ല ബാക്കിയുള്ളവർക്കൊക്കെ അവസരം കിട്ടും എന്ന് പറയുന്നു. ഫസ്റ്റ് റണ്ണറപ്പിനുള്ള 1 ട്രോഫി കൊടുക്കുന്നു, മൈജിയുടെ ഗിഫ്റ്റ് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ ജിൻഡോയ്ക്കുള്ള മൈജിയുടെ ഗിഫ്റ്റും കൊടുക്കുന്നു. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ 50 ലക്ഷം രൂപയുടെ ചെക്ക് അവർ റോയ് സാറ് കൈമാറുകയാണ്. പിന്നീട് ആണ് ലാലേട്ടൻ ട്രോഫി ജിൻഡോയ്ക്ക് കൊടുക്കുന്നത്. ജിൻഡോ ട്രോഫി വാങ്ങി നിന്നിട്ട് മുട്ടുകുത്തി എന്ന് പ്രപ്പോസ് ചെയ്യും പോലെയൊക്കെ ജിൻഡോ ട്രോഫി വാങ്ങിയാണ്. എന്നിട്ട് എല്ലാവരോടും എന്ത് ചെയ്യുന്നു, ജിൻഡോ സന്തോഷമൊക്കെ പറയുന്നു. കണ്ടസ്റ്റൻസ് എല്ലാവരും വരുന്നു. എല്ലാവരും ഭയങ്കര ചാട്ടവും തുള്ളലുമാണ്. അർജുൻ്റെ വശത്ത് കുറച്ച് ആൾക്കാർ എല്ലാ സീസണിലും കാണുന്നതാണ്. ഈ വിന്നറിൻ്റെ കൂട്ടത്തിൽ മാത്രമേ എപ്പോഴും ആൾ കാണുള്ളൂ. ഇത് അർജുൻ്റെ കൂട്ടത്തിൽ പാതി ആൾക്കാർ, ജിൻഡോയുടെ കൂട്ടത്തിൽ പാതി ആൾക്കാർ. അങ്ങനെ അവർ പറയിക്കിടന്ന് അവിടെ കിടന്ന് അടിപിടി കൂടാണ്. ലാലേട്ടൻ നേരെ വന്ന് നിന്നിട്ട് നന്ദി, ഇനി നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞിട്ട് പോവാണ്. ലാലേട്ടൻ പോകുമ്പോൾ ലാലേട്ടൻ സീസൺ 7 ഉണ്ട് ഒന്നൊന്നും പറയുന്നില്ല, അൾട്ടിമേറ്റിൻ്റെ കാര്യം ഒന്നും പറയുന്നില്ല. പക്ഷേ ലാലേട്ടൻ പോകുമ്പം ബിഗ് ബോസ് സീസൺ 7 എന്നിങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. ഇത്രയാണ് ഇന്നത്തെ ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡ്. പക്ഷേ അൾട്ടിമേറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല. നമുക്ക് നോക്കാം അൾട്ടിമേറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. പക്ഷേ അൾട്ടിമേറ്റ് ഉണ്ടെങ്കിൽ പ്രഖ്യാപിക്കേണ്ടതാണ്. പക്ഷേ അൾട്ടിമേറ്റിൻ്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നാണ് അറിയാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ അൾട്ടിമേറ്റിൻ്റെ കാര്യം എന്താണെന്നൊരു പിടിയില്ല. നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ അറിയാം അൾട്ടിമേറ്റ് ഉണ്ടോ എന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ സ്കിറ്റാണ് ഏറ്റവും പൊളിഞ്ഞതായിട്ട് എനിക്ക് തോന്നി. കാരണം ഇവരുടെ ഡയലോഗുകളും ഇവർ പറഞ്ഞ ചില നേരം കുട്ടിയകലിൻ്റെയൊക്കെ ഞാൻ എടുത്ത് ശ്രദ്ധിച്ചു. 20 ലക്ഷം എന്നാണ് കുട്ടിയകിൽ ഡബ്ബിങ് വരുന്നത്. പക്ഷേ കുട്ടിയകിൽ പറയുന്നത് 50 ലക്ഷം എന്നാണ്. നാദറ ചില ഡയലോഗൊക്കെ പറയുന്നത് ഫ്രണ്ടേ പോകുന്നുണ്ട്. ഇല്ലാത്ത ഡയലോഗൊക്കെ നാദറയുടെ ഡബ്ബിങ് കേൾക്കുന്നുണ്ട്. നാദറ ചുണ്ടനക്കാതെ തന്നെ വോയിസ് ഒക്കെ പോകുന്നുമുണ്ട്. അങ്ങനെ സ്കിറ്റ് പൊളിഞ്ഞു. സ്കിറ്റ് സൂപ്പർ ആയിരുന്ന സാധനം, പക്ഷെ പൊളിഞ്ഞു. സൗണ്ട് പിറകെ ഇവരുടെ ആക്ഷൻ മുമ്പേ, അല്ലെങ്കിൽ ആക്ഷൻ പിറകെ സൗണ്ട് അല്ല ആക്ഷൻ ഫ്രണ്ട് സൗണ്ട് പിറകെ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇതാണ് ഗ്രാൻഡ് ഫിനാലെ. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഫിനാലെയും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ഓഫ് ദ വ്യൂവേഴ്സ് ഓഫ് മൈ ചാനൽ. നമ്മൾ ഈ സീസണിൻ്റെ ലോഗോ വന്ന ആ ദിവസം 19,000 സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് നമ്മുടെ ചാനൽ ഉണ്ടായിരുന്നത്, 19K. ഇന്നിപ്പോൾ അത് തീരുമ്പോൾ 65,900 സബ്സ്ക്രൈബറിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പായിരുന്നു. ഒത്തിരി സന്തോഷം. നമ്മുടെ ചാനലിലുള്ള എല്ലാവരോടും എനിക്ക് ഒത്തിരി 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 കടപ്പാടുണ്ട്. നിങ്ങൾ കാരണമാണ് എന്നെ ഈ ലെവലിൽ എത്തിച്ചത്. നിങ്ങൾ എൻ്റെ ഇന്ന് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ്, ഞാൻ അഭിമാനത്തോടു കൂടി ഞാൻ പറയും, ബിഗ് ബോസ് സീസൺ 6ലെ എല്ലാ അപ്ഡേറ്റുകളും ഏറ്റവും ആദ്യം എത്തിച്ച ചാനൽ അൻസിഫ് മൂൺലൈറ്റ് മീഡിയ ആയിരുന്നു. അല്ല എന്നുള്ളവർ എന്താണ് അതിനുള്ള കാരണം എന്ന് പറയേണ്ടതാണ്. സീസൺ 6ൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് മുതൽ ലോഗോ, കൺഫേംഡ് ലിസ്റ്റ് ഉൾപ്പെടെ ഓരോ ആഴ്ചയും നടക്കുന്ന എവിക്ഷൻസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ആദ്യം എത്തിച്ചത് അൻസിഫ് മൂൺലൈറ്റ് മീഡിയ ആണ് എന്നുള്ള കാര്യം ഞാനൊരു ക്രെഡിറ്റ് ആയിട്ട് തന്നെ പറയുന്നു. അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് അത്രയും ഒരു ഉയരത്തിലേക്ക് എത്താൻ പറ്റിയത്. അതിനൊക്കെ എനിക്ക് ബിഗ് താങ്ക്സ്. ഞാൻ ഈ വീഡിയോ പറഞ്ഞ് ലാഗാക്കുന്നില്ല, നിങ്ങളോടുള്ള സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം, ബിഗ് ബോസ് സീസൺ 6 തുടങ്ങി 10 ദിവസം 15 ദിവസമായപ്പോൾ എൻ്റെ വീട്ടിലൊരാൾ മരണപ്പെട്ടു പോയി. ഞാൻ ഭയങ്കര ഡൗൺ ആയി. എന്നിട്ട് പോലും ഞാൻ പിടിച്ച് വീണ്ടും 3ൻ്റെ അന്ന് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ അത്രയ്ക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്തു. ഇനിയാണ് ഞാൻ ആ മരണത്തിൻ്റെ വിഷമമൊക്കെ അറിയാൻ പോകുന്നത്. കാരണം ഇത്രയും ദിവസം ഞാൻ 24/7 എൻ്റെ ലൈഫ് കളഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ കോലമാകെ കെട്ടുപോയി. ഈ വന്നിരിക്കുന്ന അൻസിഫ് അല്ല, എൻ്റെ കോലമാകെ കെട്ടുപോയി. നിങ്ങൾക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാമായിരിക്കും, ബിഗ് ബോസിന് മുമ്പുണ്ടായിരുന്ന ഞാനും ഇപ്പോൾ ഉള്ള ഞാനും. എൻ്റെ മുഖമെല്ലാം ഒരുമാതിരിയായി. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ അറിയാമായിരിക്കും. ഞാനൊരു വീഡിയോ എടുക്കണ്ടേ എന്ന് കരുതിയിട്ട് ഇങ്ങനെ വന്ന് ഒരുങ്ങിയിരിക്കുന്നതാണ്. ഒത്തിരി 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 ചേഞ്ചസ് എനിക്ക് പറ്റിയിട്ടുണ്ട്. ഒത്തിരി അതിലൊക്കെ ഞാൻ ഒത്തിരി, എൻ്റെ ചാനൽ ഒത്തിരി വളർന്നു. നിങ്ങൾ എന്നെ വളർത്തി. അതിനോട് എനിക്ക് ഒത്തിരി നന്ദി, ഒത്തിരി 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 നന്ദിയുണ്ട്. ബിഗ് താങ്ക്സ് ടു ഓൾ ഓഫ് ദ വ്യൂവേഴ്സ്. വിമർശിച്ചവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഒക്കെ ഒത്തിരി നന്ദി. സൈബർ അറ്റാക്കുകൾ എന്താണെന്ന് ഞാൻ അറിഞ്ഞ ഇയർ ആയിരുന്നു. അത് എങ്ങനെ തരണം ചെയ്യണമെന്ന് ഞാൻ പഠിച്ച ഇയർ ആയിരുന്നു. ഇതിനൊക്കെ എനിക്ക് വീണ്ടും നിങ്ങളോട് ഒത്തിരി നന്ദിയാണ് പറയാനുള്ളത്. മറ്റൊന്നും എനിക്കിപ്പോൾ ഈ നിമിഷം പറയാൻ തോന്നണില്ല. കഴിഞ്ഞ വർഷം സീസൺ തീർന്നപ്പോൾ ഞാൻ കരഞ്ഞുപോയി. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട്. ഇത്തവണ എന്നാൽ ഞാൻ അതിനേക്കാൾ കരയേണ്ടതാണ്. പക്ഷേ എന്താ, ഐ ആം സ്ട്രോങ്. നിങ്ങൾ ആരും അൺസബ്സ്ക്രൈബ് അടിച്ച് പോകരുത്. അതെൻ്റെ ഒരു അപേക്ഷയായിട്ട് നിങ്ങൾ കാണാം. കാരണം ഇനി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ബിഗ് ബോസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒത്തിരി കണ്ടന്റുകൾ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ EVP ഫിലിം സിറ്റിയുടെ വ്ളോഗ് വരുന്നതായിരിക്കും. അതെല്ലാം നിങ്ങൾക്ക് കാണാം. നിങ്ങൾ കൂടെ ഉണ്ടാവണം. ബിഗ് ബോസ് സീസൺ 7 തമിഴിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിരുന്നു. നമ്മുടെ സീസൺ 8 തമിഴ് ഒക്ടോബറിൽ വരും. അതിൻ്റെ റിവ്യൂ ഉണ്ടാവും. OTT 3 5 ദിവസം കഴിഞ്ഞ് തുടങ്ങുവാണ്. അതിൻ്റെ റിവ്യൂ ഉണ്ടാവും, അപ്ഡേറ്റ് ഉണ്ടാവും. ഐ ആം ഓൾവേസ് ആക്റ്റീവ് ഓൺ മൈ യൂട്യൂബ് ചാനൽ വിത്ത് ബിഗ് ബോസ് കണ്ടന്റ്. സോ ഡോണ്ട് വെറി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ആരും ദയവ് കരുതി അൺസബ്സ്ക്രൈബ് അടിച്ച് പോകരുത്. നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ട് ഞാൻ ഒരിക്കലും മറക്കില്ല. ഓക്കെ, ഒരിക്കലും ഞാൻ മറക്കത്തില്ല. അത്രയധികം നിങ്ങൾ എന്നെ മുകളിലേക്ക് എത്തിച്ചു. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ജെന്യുവിൻ അപ്ഡേറ്റ്സ് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇതുവരെയും ഞാൻ പറഞ്ഞു, അതിനകത്ത് അഭിഷേകും സിജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചങ്കിൻ്റെ ചങ്കുകളാണ്. അത്രയ്ക്ക് കമ്പനിയാണ് നമ്മൾ. ഞാനും അഭിഷേകും ഞാനും സിജോയും ഭയങ്കര കമ്പനിയാണ്. എന്നിട്ട് പോലും ഒരു പാർഷ്വാലിറ്റിയും ഇല്ലാതെ എല്ലാ കണ്ടസ്റ്റന്റിനെയും എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്ത് റിവ്യൂ ചെയ്ത ഒരാളാണ് ഞാൻ നിഷ്പക്ഷനാണ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ന്യൂട്രലായിട്ട് നിൽക്കാൻ ഞാൻ ഈ 100 ദിവസം ശ്രമിച്ചിട്ടുണ്ട്. ഒരാളുടെ നിങ്ങൾ ജാസ്മിൻ്റെ PR എന്ന് ഒരു ദിവസം പറയുമ്പോഴും തൊട്ടടുത്ത ദിവസം ജിൻഡോയുടെ PR ആണെന്ന് പറയുമ്പോഴും ഒക്കെ ഞാൻ അതിനൊക്കെ വിഷമത്തോടെ കണ്ടിരുന്നുവെങ്കിലും പിന്നീട് അതെല്ലാം ഓക്കെ ആയി. ഞാൻ ആരുടെയും PR അല്ല. എനിക്ക് ഒരു രൂപ പോലും PR-ന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ വർക്ക് ചെയ്തില്ല. പക്ഷേ എനിക്ക് PR-ന്റെ റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എനിവേ, വിമർശിച്ചവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഒക്കെ ഒത്തിരി 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 നന്ദി. ഇനി ഞാൻ നാളെ ഒരു സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ വിശേഷങ്ങളും അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഞാൻ ഓൾവേസ് ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല. ഇനി ഞാൻ കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ നമുക്ക് കാണാം ഇനി അടുത്ത എൻ്റെ മലയാളി ഓഡിയൻസിനെ നമുക്കിനി അടുത്ത മലയാളം ബിഗ് ബോസിൽ കാണാം. പക്ഷേ always I am active on my YouTube channel. Once again, thank you a lot to all of my viewers and all of my subscribers. നമ്മളിപ്പോൾ 65,000 ഫാമിലിയിലേക്ക് എത്തി. അപ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ.